ഹലോ വ്യൂവേഴ്സ്, ഞാൻ കുറച്ച് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ചെയ്യേണ്ട രീതി എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് വാങ്ങിച്ച പാടെ ഇങ്ങനെ കവറിനകത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. ഞാൻ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്ന ഒരു 28 വർഷം കൊണ്ട് കേട്ടോ. ഇപ്പം ഞാനൊരു 6.5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചൊരു വീടൊക്കെ തട്ടിക്കുട്ടി. അപ്പോൾ എൻ്റെ ആഗ്രഹം, ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ചെടി കൃഷിയൊക്കെ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ വാടക വീട്ടിലാകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വർഷാവർഷം കെട്ടിപ്പറക്കി പോകുന്നതുകൊണ്ട് ഒന്നും പറ്റില്ല. എങ്കിലും ഞാനെല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ. അതെല്ലാം കെട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അത് പറിച്ച് നടുമ്പോഴത്തേക്ക് അത് വീണ്ടും പോകും. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചപ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്താമെന്ന് വിചാരിച്ചു. ദാണ്ടേ കറിവേപ്പില, ഇത് ആപ്പിളാണ് കേട്ടോ. കൊട്ടിയത്ത് നമ്മൾ ഒരു സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇലയൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ചെടിയാണ് കേട്ടോ, പൂവിൻ്റെയാണ്. ഇതിൻ്റെ പേര് സത്യത്തിൽ വായിൽ വരുന്നില്ല കേട്ടോ. വയലറ്റ് കളർ പൂ പിടിക്കുന്നതാണ്. ഞാനിത് വാങ്ങിച്ചതാണ് ഓൺലൈൻ വഴി 150 രൂപ. ദാണ്ട ഇത് ചാമ്പ, ഇത് കാന്താരിയൊക്കെ പൂവിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വയ്ക്കുന്ന ചെടികളിലൊക്കെ പൂവും കായൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഇതിനകത്തൊക്കെ വന്ന് നോക്കും, മൊട്ട് വന്നോ, പൂ വന്നോ, കായ് വന്നോ എന്നൊക്കെ. കണ്ട് ഇവിടെ കുറേ ചീരയും വെണ്ടയുടെയൊക്കെ വിത്ത് ഇന്ന് ഇട്ട് കേട്ടോ. കണ്ട ഇത് ബ്ലാത്തിയാണ്, ബ്ലാത്തി. ഇന്നൊരു വാഴക്കന്ന് നട്ട് കേട്ടോ. ഹസ്ബൻഡാണ് കുഴിയൊക്കെ കുഴിച്ച് തന്നത് കേട്ടോ. ഇത് ചുമന്ന മണ്ണായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കിളയ്ക്കാനൊക്കെ. പിന്നെ കുറച്ച് ഗ്രോ ബാഗിനകത്ത് കരിയിലയൊക്കെ ഇട്ടിട്ട് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് തുടങ്ങണം അടുത്ത പരിപാടി. ഇത് കറിവേപ്പില കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇല്ലാതെ കറി വയ്ക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില. കാരണം എൻ്റെ മോൻ പറയും മീനിനെക്കാഴി ഉമ്മ കറിവേപ്പിലയാണ് വാരിയിടുക എന്ന്. ഇത് അതിൻ്റെ ഇടയിൽ റോസാണ്, ഞാൻ വെറുതെ കൊണ്ട് വെച്ചതാണ് കേട്ടോ. ആ സംഭവം കിളിച്ചിട്ടുണ്ട്, മൊട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു വാഴ, ഇത് പാളയംകോടത്തിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെ കൃഷി പരിപാലനമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം, കാരണം എനിക്കറിയില്ല സംഭവം. ഞാനിങ്ങനെ തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇത് പപ്പായ, ഇതൊരു പേര. ഇത് ഞാൻ എൻ്റെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ആൾ സ്മാർട്ടായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇതൊരു മാവും തൈ, ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതുമൊക്കെ വേര് പിടിച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ടേ ഒരു സപ്പോട്ട, ഇത് ഞാൻ വാങ്ങിച്ചപ്പോഴേ ഒരു കുഞ്ഞ് സപ്പോട്ട ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇച്ചിരി വലുതായി വരുന്നുണ്ട്, വേറെ 2-3 പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ പറിച്ച് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് സായുജ്യം തുടങ്ങാൻ എൻ്റെ കൃഷി. പിന്നെ ഒരു പ്ലാവ്, അതും ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി പാടാണ് പുള്ളിക്കാരന്, പെട്ടെന്നങ്ങ് വളരുന്നില്ല. 2 മാസമായി വെച്ചിട്ട്. ഇതിൻ്റെ കൃഷിയുടെ പരിപാലനം അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ ചാണകപ്പൊടി വാങ്ങിച്ചിട്ടിട്ടുണ്ട്, പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടിടും. ഇത് റംബുട്ടാൻ, ഇത് ഇച്ചിരി മിടുക്കിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചെറിയ തൈയായിരുന്നു, ഇപ്പോൾ ഇച്ചിരി ഒന്ന് ആക്റ്റീവായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു അരിനെല്ലി, ഇത് എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. അതും ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മളെ മൾബറി, ഇതൊരു കമ്പ് കൊണ്ട് വെച്ചതാണ് കേട്ടോ. ഇത് രണ്ടും കിളിച്ച് ഒട്ടത്തിയായിട്ട് വരുന്നുണ്ട്. പിന്നെ മുല്ല, ഇത് ഞാൻ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതും ചെവിട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മെനഞ്ഞാന്ന് ഞാൻ കൊട്ടിയെത്തുന്നൊരു കടയിൽ നിന്ന് കുറ്റി കുരുമുളക് വാങ്ങിച്ച് 2 തൈ, 30 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് 2 എണ്ണമാണ് കേട്ടോ. കുരുമുളകിനൊക്കെ എന്താ വില. കുരുമുളക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാമല്ലോ. പിന്നെ ഈ ചെടിയൊക്കെ ഞാൻ അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ കൊല്ലത്തായിരുന്നു വീട്, അപ്പം ഇങ്ങോട്ട് പറിച്ച് നട്ടതാണ്. പിന്നെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ കിളിപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതൊക്കെ ഇത് ഞാൻ താമസ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കറ്റാർ വാഴ, ഈ ബ്ലാത്തിക്ക, ഇതൊക്കെ ഭയങ്കര പാടുപെട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. കാരണം നല്ല ചെവിട് പിടിച്ചതായതുകൊണ്ട് കൊണ്ടുവരാനും പിഴുതെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ടെൻഷനായിരുന്നു കിളിക്കുമോ ഇല്ലേ എന്നുള്ള. എന്തായാലും ചെവിട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ചെടികളാണ്. ഇത് കണ്ടോ, ഇത് ഞാനിങ്ങനെ ഒരു യൂട്യൂബിനകത്ത് കണ്ട് ഒരു പൈപ്പ് കിടന്നത് ഞാനിങ്ങനെ പപ്പടത്തിൻ്റെ കമ്പ് ഉരുക്കി ഹോളൊക്കെ ഇട്ട് 10 മണി തൈ വെച്ചിരിക്കുകയാണ്. ഇത് പൂവിടുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് നേരത്തെ ജോലിയായിരുന്നു. ഒരു 3/4 മണിക്കൂർ എടുത്ത് ഞാൻ ഗ്യാസിൽ വെച്ച് അത് ഉരുക്കി
ഹോളിട്ട് ഭയങ്കര ജോലിയായിരുന്നു. അത് കഷ്ടപ്പെട്ടതിൻ്റെ ഫലം പൂവിലിടുമ്പോഴത്തേക്ക് ആ വിഷമം അങ്ങ് തീരുമല്ലോ. ഇതെൻ്റെ റോസ. ഇത് പിന്നെ നമ്മളെ തൊട്ടാവാടിയാണ്. തൊട്ടാവാടി സാധാരണ അയ്യത്തിലൊക്കെയാണ് കിളിക്കുന്നത്. ഞാനിത് ബഡ് ചെയ്തൊക്കെ കിളിപ്പിക്കാമെന്ന്. ഇതിൻ്റെ പൂ വളരെ മനോഹരമല്ലേ, അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ച് എന്തായാലും കിളിച്ചു. ഇതൊക്കെ എൻ്റെ മറ്റുള്ള ചെടി. ഇന്നിപ്പോൾ ഒരാൾ എനിക്കൊരു സമ്മാനം തന്നിട്ടുണ്ട്. സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടോ, കമ്പ് കൊണ്ട് വെച്ചാണ് കേട്ടോ കിളിച്ച്. ഇതൊക്കെ പുതിയ ആൾക്കാരാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പഴയ വീട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതെന്തായാലും കിളിച്ചിട്ടുണ്ട്. പിന്നെ റോസ, ഇതൊക്കെ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. മൊട്ട് വരുന്നുണ്ട്, എൻ്റെ സന്തോഷമുണ്ട്. ഇത് ചെമ്പരത്തി. ഇതിനകത്തും എനിക്ക് 2-3 പൂ തന്നു. അവളും സുന്ദരിയാണ് കേട്ടോ, മിടിക്കുകയാണ്. 3 പൂ തന്നു. അടുത്ത മൊട്ട് ദാണ്ടേ വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവനും മിടുക്കനാണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടൊരു മൊട്ടൊക്കെ വരുന്നത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ ഇതിൻ്റെയൊക്കെ കൂടെയാണ് എൻ്റെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ ഇതിനോടൊപ്പമൊക്കെയാണ് ചിലവഴിക്കുക. ഈ കൃഷിയൊക്കെ എങ്ങനെയാണ് നന്നായി വളർത്താൻ എന്നെനിക്കറിയില്ല. ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.